മങ്കി ടെമ്പിൾ. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇല്ല. എനിക്കും അറിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ഞൂറ് സ്റ്റെപ്പും കുറെ കൊരങ്ങന്മാരും. അതാ ഈ അമ്പലത്തിന്റെ പ്രത്യേകത. എടാ നമുക്കേ ഈ വ്യൂ ഒക്കെ പതുക്കെ കണ്ടു പോവാം. അല്ലെങ്കിലേ നമുക്കങ്ങ് വേഗം വിട്ടാലോ? സൺറൈസ് മിസ് ചെയ്യണ്ട. കണ്ടു വന്നോളാം. തുള്ളിച്ചാടി പോകുന്നുണ്ടല്ലേ? വെറും ബോറനല്ലേ? എടാ ആമ്പിള്ളേരാ നട്ടല്ലേ ഒരു അല്ലേ? നമ്മളിങ്ങനെ ഇങ്ങനെ നേരെ നിക്കണം. എന്ത് വന്നാലും നമ്മൾ വളയാൻ പാടില്ല. എന്നാ പിന്നെ ഞാനും കൂടെ അങ്ങ് പോവാല്ലേ? ട്രൈ ചെയ്യുന്നു. സാധനമില്ല. നീ അവിടെ എന്ത് മാങ്ങ പറിച്ചോണ്ടിരിക്കടാ? എനിക്ക് 2-3 കോൾ ചെയ്യുന്നുണ്ട്. നീ വിട്ടോ, ഞാൻ വന്നേക്കാം. അവൾക്ക് ഒടുക്കത്തെ സ്റ്റാമിനടാ. അങ്ങനെ അങ്ങനെ പട്ടി ചിന്ന അങ്ങനെ അങ്ങനെ. ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് എനിക്ക് ഇതാണോ ഫോട്ടോ എടുക്കാൻ കിട്ടിയത്? നിനക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ പറ്റി എന്തറിയാടാ? ഈ പട്ടിയാണോ എന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? എന്താ സോറി, പട്ടിയുടെ ലൈഫ് എന്ന വൈൽഡ് അല്ലേ? നീ കളിയാക്കിക്കോടാ. നോക്കിക്കോ, ഒരു ദിവസം ഞാനോ വലിയൊരു ഫോട്ടോഗ്രാഫർ മൈക്കിൾ ഷൂമാക്കറിനെയൊക്കെ പോലെ മോരടാൻ വെറുതെ അല്ല അവള് നിന്നോട് നോ പറഞ്ഞേ. പോടാ നീ പോടാ നീ പോടാ നീ പോടാ. എനിക്ക് അവളോടൊന്ന് മിണ്ടണം. അവളവിടെ നിപ്പുണ്ടല്ലോ, മിണ്ടിക്കൂ. എന്നെക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അസ്ഥിക്ക് പഠിച്ചിരിക്കുവാണല്ലേ? എടാ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ ആ കൊന്ത്ര പല്ലും തൊണ്ട കീറുള്ള ശബ്ദം, കുളിക്കുപോലും ചെയ്യാതെ ക്ലാസ്സിലേക്കുള്ള വരവും. എടാ അവളുടെ ഓരോ ഇംപെർഫെക്ഷൻസ് കാണുമ്പോഴും എനിക്ക് അവൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നണേ. എല്ലാവരും അവളുടെ ലുക്കിനെ പറ്റിയും ഡ്രസ് സെൻസിനെ പറ്റിയും ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാനൊന്നും നോക്കിയിട്ട് പോലും ഇല്ല. നീ എന്താ നോക്കാറ്? എടാ ഇങ്ങനെ പേടിക്കാനും മാത്രം അവൾ എന്ത് ചെയ്യാനാ? അവൾ എന്ത് ചെയ്യുന്നല്ല, ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ പേടി. നിങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ്, നിന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എങ്ങാനൊന്ന് പ്രപ്പോസ് ചെയ്ത് അവൾ നോ പറഞ്ഞാ എല്ലാം കൊള്ളാകില്ലടാ. ഇപ്പോഴാണെങ്കിൽ ഒന്ന് കണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണമെങ്കിലും ഉണ്ട്. ഇനി അതോടെ നിന്നാ ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഞാൻ എങ്ങനെയാണ് അവളെ ഫേസ് ചെയ്യുക? ഇതൊക്കെ അവൾ നോ പറഞ്ഞാലല്ലേ? അവൾ യെസ് പറഞ്ഞാലോ? ഞാനും നീയും ഫ്രണ്ട്സ്, നമ്മുടെ ഗേൾ ഫ്രണ്ട്സും ഫ്രണ്ട്സ്. ഇനി 3 വർഷം ബാക്കി. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലിപ്പ്. നീ എന്താ അങ്ങനെ ആലോചിക്കാതെ? വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാക്കി നമുക്ക് നല്ലൊരു ഹംപി ദോശ കഴിച്ചോണ്ട് സംസാരിക്കാം. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ഈ തൊണ്ടയിൽ മാത്രമല്ല മനുഷ്യന്മാര് പാടുന്ന പാട്ടും അറിയാലേ? ഹോസ്റ്റൽ വിളിച്ചിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ചെയ്തോളാം. എന്താ കേൾക്കുന്നത്? ശരി. യേശുദാസ് ആയിരിക്കും അല്ലേ അയൺ മേഡന്റെ ലീഡ് സിംഗർ?
എടി പൊട്ടി ഡി അങ്ങോട്ട് നോക്ക്. ആ Nice. ഓക്കെ ഓക്കെ ഇപ്പൊ വരാം. ബിസിയാണോ? ദിയരോട് ഒരു ഫുൾ ഡേ കറങ്ങി നടക്കാനുള്ള ചാൻസ് നിനക്ക് ഇപ്പൊ കിട്ടും. എങ്ങനെ കൂടുതലൊന്നും പറയാൻ സമയമില്ല. ഹിന്ദിക്കാർ ഓൾറെഡി ബഹളം വെച്ച് തുടങ്ങി. നീ നോക്കോ. ഹിന്ദിക്കാര് ഹിന്ദി ബസ് ഭയ്യ. പണ്ട് ദസറ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് രാജാവ് താഴെ നടക്കുന്ന പാട്ടും ഡാൻസും പട്ടാളത്തിന്റെ മാർച്ചും ഒക്കെ കണ്ടിരുന്നത്. ഹിസ്റ്ററി ക്ലാസ് ഒന്നും മതിയാക്കടാ, ഞങ്ങളെ അടുത്ത സ്ഥലം കാണിച്ചതാ. എടാ, ഹംപി അങ്ങനെ ഒരാൾ കാണിച്ചു തരേണ്ട സ്ഥലമൊന്നുമല്ല, സ്വയം കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. ഇറ്റ്സ് എൻ എക്സ്പ്ലോറേഴ്സ് പാരഡൈസ്. ഇന്ന് ഹംപിയിലെ നമ്മുടെ ആദ്യത്തെ ദിവസത്തിന് വേണ്ടി വരുൺ ഹാസ് പ്ലാൻ സംതിങ് റിയലി അമേസിംഗ്. 4 ക്ലൂ, 4 ലൊക്കേഷൻ, 4 മണിക്കൂർ, ഹംപി മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മാസിവ് ട്രെഷർ ഹണ്ട്. ഞാനിപ്പോ ഒരു ക്ലൂ തരും, അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത ലൊക്കേഷനിലെത്തും. അവിടെ ചെല്ലുമ്പോൾ അടുത്ത ക്ലൂ, അങ്ങനെ 4 ക്ലൂ സോൾവ് ചെയ്ത് ആദ്യം ഫിനിഷ് ലൈനിൽ എത്തുന്ന ആൾക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ്. സർപ്രൈസ് എന്താ? സർപ്രൈസ് എന്താണെന്നൊക്കെ പറയാം, പക്ഷെ ആദ്യം ടീം ഫോം ചെയ്യും. ബജാലെ എന്നെ കൂടെ കൂട്ടുവോ? വേണ്ട, നീ ഞങ്ങളുടെ ടീമിലുണ്ട്. ഗുഡ് ബൈ. ഇവരൊക്കെ ഓൾറെഡി അക്ഷയ്, ദിയോട് പോയി ചോദിക്ക്. കുപ്പി അവളെയും കൂടെ അവളെയും കൂടെ നമ്മുടെ ടീമിൽ കയറ്റാനായിരിക്കും അല്ലേ? ദിയ, നമുക്ക് ഈ സംരംഭത്തെ ഒരുമിച്ച് നേരിട്ടാലോ? പിന്നെന്താ ദേവിക? ഞാനില്ല, ഞാനും ഗൗതം പ്ലീസ്. ചക്കര ചലോ ചലോ ബസ്. എല്ലാരും റെഡിയല്ലേ? ഞാൻ ഫസ്റ്റ് ക്ലൂ പറയാൻ പോവാണ്. പാപി ചെല്ലുന്നിടം പാതാളം. ഓക്കേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബജാലെ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണോ? നോക്കാന്നേ. ഓക്കേ ഓക്കെ. പാതാളം ഇവിടെ എല്ലാം കുഴിച്ചിട്ടുണ്ടോ നോക്കിയേ. ഓക്കെ. എന്തുവാടേത്? ഞാൻ ഓൺലൈൻ നോക്കാം, നീ ബുക്കിലോ. പക്ഷെ നമ്മളിപ്പോ എവിടെ നോക്കും? ഗൗതം, എനിക്ക് ആൻസർ കിട്ടി. തന്നെ ഒരു രസമല്ല. ഞാനും നിന്റെ കൂടെ കൂടിക്കോട്ടെ. നിനക്ക് കിട്ടിയോ? വേറെ ആർക്കും കിട്ടിയിട്ടില്ല, നമ്മളാ ഫസ്റ്റ്. ഞങ്ങൾക്ക് കിട്ടി. അതെ, ഈ പാപം ചെയ്ത എവിടെ പോന സാധ്യത? ഒന്നില്ലെങ്കിൽ ജയിൽ, അല്ലെങ്കിൽ നരകം. നശിപ്പിച്ചു. പാപം ചെയ്താ വല്ല പള്ളിയിൽ പോയി കുമ്പസാരിക്കണം. കിട്ടി കിട്ടി. വാ 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 വാ. അവളല്ലേ അവളെ പറഞ്ഞില്ല അവളെ കണ്ടുപിടിക്കാൻ. പാപം ചെയ്ത മാപ്പ് ചോദിക്കുന്ന സ്ഥലം അമ്പലം, പാതാളം അണ്ടർഗ്രൗണ്ട്. അതിനിപ്പോ